അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കാരണത്താലാണ് സൺറൈസിന് മുമ്പും സൺസെറ്റിന് ശേഷവും സണ്ണിനെ കാണാൻ നമുക്ക് സാധിക്കുന്നത്. ഭൂമി അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളും ഭൂമിയോടൊപ്പം റൊട്ടേറ്റ് ചെയ്യുന്ന കാരണത്താൽ നമുക്ക് ഭൂമിയുടെ ചലനം തിരിച്ചറിയാൻ സാധിക്കില്ല. ഭൂമിയുടെ ഈ കറക്കം കാരണമാണ് സൺ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഹൊറൈസണിന് അല്ലെങ്കിൽ ചക്രവാളത്തിന് താഴെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഭൂമിക്ക് വരയ്ക്കുന്ന ടാൻജന്റിനെയാണ് ഹൊറൈസൺ എന്ന് വിളിക്കുന്നത്. സൺ ഹൊറൈസണിന്റെ താഴെയാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിനെ കാണാൻ സാധിക്കില്ല. ഭൂമിയുടെ ആകൃതി കാരണം സൂര്യനിൽ നിന്നുള്ള റേസ് നമ്മളിലേക്ക് എത്താത്തതാണ് ഇതിന് കാരണം. ഹൊറൈസൺ എന്ന് പറയുന്നത് ആകാശം കടലുമായി ചേരുന്ന രേഖയാണ്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതാണ് ഹൊറൈസൺ. ഇപ്പോൾ സൺ ഹൊറൈസന്റെ താഴെ ആയതിനാൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ സൺ ഈ പൊസിഷനിലേക്ക് വരുമ്പോൾ നമുക്ക് സൺറൈസ് കാണാൻ സാധിക്കുന്നു. എന്നാൽ എർത്ത് ഒരു അറ്റ്മോസ്ഫിയറിനാൽ ചുറ്റപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ വാക്വത്തിലൂടെ സഞ്ചരിക്കുന്ന സൺറൈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുമ്പോൾ അവയ്ക്ക് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, അതായത് ബെൻഡിങ് സംഭവിക്കുന്നു. ഇവിടെ ലൈറ്റ് റേസ് റേറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതിനാൽ അവ നോർമലിനടുത്തേക്കായിരിക്കും ബെൻഡ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ബെൻഡ് ചെയ്യപ്പെടുന്ന ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു. ലൈറ്റ് റേസ് ഈ പോയിന്റിൽ നിന്ന് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമുക്ക് സണ്ണിന്റെ ടോപ്പ് ഇവിടെ വരുന്നതായിട്ട് ഫീൽ ചെയ്യുകയും സണ്ണിനെ ഇവിടെയായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ റിഫ്രാക്ഷൻ കാരണത്താൽ സൺ ഹൊറൈസണിന് താഴെയാണെങ്കിൽ പോലും ലൈറ്റ് റേസ് നമ്മുടെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്ന കാരണത്താൽ നമുക്ക് സണ്ണിനെ ഹൊറൈസണിന് മുകളിലായി കാണാൻ സാധിക്കുന്നു. അതായത് ആക്ച്വൽ സൺറൈസിന് മുമ്പ് തന്നെ നമുക്ക് സണ്ണിനെ കാണാൻ സാധിക്കുന്നു. ഇതുപോലെ എന്തുകൊണ്ടാണ് സൺസെറ്റിന് ശേഷവും, അതായത് സൺ ഹൊറൈസണിന് താഴെ പോയ സാഹചര്യത്തിലും നമുക്ക് സണ്ണിനെ കാണാൻ സാധിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും.